ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വെറും 30 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. ഉണ്ടാക്കാൻ പോണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അടിപൊളി ടേസ്റ്റുള്ള ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. അത് നമ്മളെ പയ്യനാണ് ഉണ്ടാക്കണേ. നമ്മൾ ഉണ്ടാക്കണേലേറെ അടിപൊളിയായിട്ട് പയ്യൻ ഉണ്ടാക്കും. അപ്പം ഇന്ന് വീഡിയോയിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കി കാണിക്കണേ അവനാണ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ചിക്കൻ്റെ പീസും ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ കുത്തി കൊടുക്കുക. ബ്രോസ്റ്റിൻ്റെ പൗഡർ നല്ല രീതിയിൽ ചിക്കൻ്റെ പീസുമേ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റാർ പ്ലസിൻ്റെ ബ്രോസ്റ്റ് പൗഡറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 പാക്കറ്റ് ഉണ്ടാവും. ആ 2 പാക്കറ്റും നമ്മൾ പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 100 ഗ്രാം ബ്രോസ്റ്റ് പൗഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പൗഡറും ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും ഇതുപോലെ പൊടിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കലാണ്. നമ്മളിവിടെ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 വട്ടം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമാണ് കോട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഇതുപോലെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞ് കുറച്ച് ടൈമായി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ കോട്ടിങ്ങിനായിട്ട് പോവാണ്. അതിനായി നമ്മൾ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് രണ്ടാമത് കോട്ട് ചെയ്യാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് നമ്മൾ ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പോണത്. അതിനായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കയ്യുമ്മക്ക് എണ്ണ വരാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈമായിട്ടോ നമ്മളിത് വെച്ചിട്ട് എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ബ്രോസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി നമ്മൾ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. അധികം കട്ടി കുറഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത കിഴങ്ങ് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അധികം തിളച്ച് പോകരുത്. ഈ രീതിയിൽ വെള്ളം ചൂടായാൽ മതി. അധികം തിളച്ച് പോകരുത്. കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം അത് കോരിയെടുക്കുക. ഇനി അതിലെ വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പറിൽ ഓരോന്നോരോന്നായിട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രോസ്റ്റ് തയ്യാറാക്കി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും തയ്യാറാക്കി എടുക്കാൻ പോണത്. നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രൈ ആയതിനു ശേഷം നമ്മളിത് കോരി മാറ്റുക. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ബ്രോസ്റ്റും ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും ആവില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.